വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതേ പറഞ്ഞു മാഗിയും ബീഫും വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരണം. അപ്പോൾ മാഗി അങ്ങോട്ട് എടുത്തു. നമ്മുടെ ചട്ടി അങ്ങോട്ട് വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ ബീഫ് വരട്ട അങ്ങോട്ട് ഇട്ട് ഫ്രൈ ആക്കാനായിട്ടോ വെച്ചത്. പിന്നെ ചെറിയൊരു സവാള എടുക്കുക, ചെറുതായി അരിയുക. ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ് എടുക്കുക, ചെറുതായി അരിയുക. പിന്നെ തക്കാളി, ചെറിയൊരു തക്കാളി എടുത്ത് ചെറുതായി അരിഞ്ഞ് വെക്കുക. അപ്പോഴത്തേന് നമ്മുടെ ബീഫ് ഫ്രൈ ആയി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇളക്കി മറിച്ച് കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്നപ്പോൾ നമ്മുടെ ബീഫ് അങ്ങോട്ട് ഫ്രൈ ആയിക്കണം. അതൊരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ആ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. സവാളയും ക്യാരറ്റും കൂടി നന്നായി അങ്ങോട്ട് വഴറ്റിയിട്ടോ അതിലേക്ക് തക്കാളി ഇട്ടിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് നുള്ളു ഉപ്പ് ഇടണം കേട്ടോ ഇടയിൽ. പിന്നെ നമ്മുടെ മാഗി വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ നന്നായി തിളച്ചതിന് ശേഷം മാഗി ഇടുക, സിമ്മാക്കിയിട്ട് വേവിക്കാൻ വെക്കുക. അങ്ങനെ നമ്മുടെ മാഗി റെഡിയായി. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ അതിലിട്ടിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി മറിച്ച് നമ്മുടെ ബീഫ് മാഗി റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അല്ലൂസിന് അങ്ങോട്ട് കൊടുത്തു. അല്ലൂസിന് നല്ല അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൾ നന്നായി